ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. പത്തനംതിട്ട LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ താക്കീത് സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്നുള്ള താക്കീതാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ സന്തോഷ് പത്തനംതിട്ട നമ്മളോടൊപ്പം ചേരുന്നു. സന്തോഷ്, എന്തിന്റെ കാരണത്തിലാണ് ഇങ്ങനെ ഒരു താക്കീത് നൽകിയിരിക്കുന്നത്? ഇതിന്റെ വിശദാംശങ്ങൾ. പത്തനംതിട്ടയിൽ പാർലമെന്റ് സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരെ ഇലക്ഷൻ കമ്മീഷന് UDF നേരത്തെ പരാതി നൽകിയിരുന്നു. ഹരിതസേന, കുടുംബശ്രീ തുടങ്ങിയവരടക്കം പ്രചാരണ പരിപാടികൾക്കായി ഉപയോഗിക്കുമെന്ന പരാതിയാണ് ജില്ലാ വാരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. ഈ പരാതിയിന്മേലാണ് ഇപ്പം UDF നൽകിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതിയിന്മേലാണ് ഇപ്പൊ തോമസ് ഐസക്കിന് വാരണാധികാരിയുടെ താക്കീത് ലഭിച്ചിരിക്കുന്നത്. കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തത് ചട്ടലംഘനം തന്നെയാണ് എന്ന് ജില്ലാ കളക്ടർ താക്കീതിൽ പറഞ്ഞിരിക്കുന്നു. സർക്കാർ പരിപാടികളിൽ ഇനി പങ്കെടുക്കരുതെന്നും താക്കീത് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഉടൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുമെന്നും പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ UDFന്റെ പരാതിയിൽ തോമസ് ഐസക്കിന്റെ വിശദീകരണം കൂടി പരിശോധിച്ചതിന് ശേഷമാണ് തോമസ് ഐസക്കിനെ കഴിഞ്ഞ ദിവസം ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് ഇവിടെ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചട്ടലംഘനത്തിന് താക്കീത് നൽകിയിരിക്കുന്നത്. വ്യക്തമാണ്. പത്തനംതിട്ട LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനാണ് താക്കീത് ലഭിച്ചിരിക്കുന്നത്. കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടിയാണ് UDF നൽകിയ പരാതിയിലാണ് ജില്ലാ വരണാധികാരിയുടെ താക്കീത് ലഭിച്ചത്. വിവരങ്ങളാണ് സന്തോഷ് പത്തനംതിട്ട നൽകിയത്.